നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം വാക്യങ്ങൾ 9 മുതൽ 14 വരെ. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്തവരോട് അവൻ ഒരു ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരിയുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലതിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഈ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും സുവിശേഷ ഭാഗം നമുക്കൊക്കെയും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് ഇത്. എളിമയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചുമൊക്കെയും ഈ സുവിശേഷ ഭാഗം പറയുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോഴും ഞാൻ ഈ സുവിശേഷ ഭാഗത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് ചുങ്കക്കാരനും ഫരിസേയനും കുമ്പസാരിക്കാൻ പോയി എന്നാണ്. ഈ തിങ്കളാഴ്ചകളിലും IMS ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരി കുമ്പസാരം നടക്കുന്ന സമയമാണ്. ഞങ്ങൾ കുറേ അച്ഛന്മാരെല്ലാം തിങ്കളാഴ്ചകളിലും ഈ IMS ധ്യാന കേന്ദ്രത്തിൽ കുമ്പസാരിക്കാനിരിക്കും. അനേകർ കുമ്പസാരിക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കുമ്പസാരത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് അല്പം പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളെപ്രകാരമാണ് കുമ്പസാരിക്കുന്നത്? നമ്മുടെ തന്നെ പ്രതീകമാണ് ഈ ഫരിസേയനും ചുങ്കക്കാരനും. ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഈ കുമ്പസാരത്തിൽ കാണാൻ പറ്റും, 2 പേരുടെയും കുമ്പസാരത്തിൽ. ആദ്യം കുമ്പസാരിച്ചത് ഫരിസേയനാണ്. ഫരിസേയൻ കുമ്പസാരിച്ചതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് അവൻ്റെ തന്നെ നന്മകളാണ്. അവനിലേക്ക് നോക്കിയിട്ട് തിന്മകളൊന്നും കാണാനില്ല. ഞാൻ ഉപവസിക്കുന്നുണ്ട്, നല്ലവൻ. പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലവൻ. ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നല്ലവൻ. ഞാൻ നല്ലവനാണ്. പക്ഷെ പ്രശ്നം എവിടെയാണ്? മറ്റുള്ളവനിലാണ്. അങ്ങനെ ചിലവർ കുമ്പസാരിക്കും. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ നല്ലവനാണ്. നമ്മൾ കുമ്പസാരിക്കുന്നത് അങ്ങനെയാണ്. പ്രശ്നങ്ങളൊക്കെ പുറത്താണ്. അച്ഛാ, ഞാൻ എത്ര നന്മ ചെയ്തിട്ടും മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ല. സാധാരണ അമ്മാവിയമ്മമാർ വന്ന് കുമ്പസാരിക്കും. കുറ്റം മൊത്തം പറയുന്നത് മരുമക്കളെ കുറിച്ചായിരിക്കും.
പ്രശ്നം പുറത്താ. അല്ലെങ്കിൽ മരുമക്കൾ വന്ന് കുമ്പസാരിക്കും, പ്രശ്നം മൊത്തം അമ്മാവിയമ്മയുടേതാണ്. മക്കൾ വന്ന് കുമ്പസാരിക്കും, പ്രശ്നം മൊത്തം മാതാപിതാക്കളാണ്. ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അല്ലെ എൻ്റെ മക്കള് പ്രശ്നം പുറത്താണ്. അങ്ങനെയുള്ളവരെയാണ് ഈ ചുങ്കക്കാരൻ, ഈ പരിസയൻ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മളൊക്കെ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? ചിലവർ വന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരം കേൾക്കുന്ന അച്ഛന് സംശയം, ഇത് ആർക്കാണ് പാപമോചനം കൊടുക്കേണ്ടതെന്ന്. ഞാൻ നല്ലവനാണ്. പക്ഷേ ഈ ചുങ്കക്കാരൻ, അവന് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല. ഞാൻ പാപിയാണ്, പാപിയായ എൻ്റെ മേൽ കനിയണമേ. പാപഭാരത്താൽ അവന് മുകളിലേക്ക് പോലും നോക്കാനായിട്ട് സാധിച്ചില്ല എന്നാ പറയുക. സുവിശേഷം അവസാനം പറയുന്നത്, ഈ ചുങ്കക്കാരൻ പരിസയനേക്കാൾ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. നമ്മൾ ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്നും തിരികെ പോകുന്നത് വന്നതുപോലല്ല. നമ്മൾ ഒരിക്കലും കുമ്പസാരക്കൂട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് അങ്ങോട്ട് വന്നതുപോലല്ല, മറിച്ച് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായി, കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി. അത് കുമ്പസാരം തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായി നമ്മൾ തിരിച്ചു പോകുന്നു. ഈ കൂടുതൽ നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചുങ്കക്കാരനെ പോലെ പാപങ്ങളെ ക്രമമായി ഓർക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും അവയെക്കുറിച്ച് അനുതപിക്കുകയും വേണം. നമ്മുടെ കുമ്പസാരത്തിൽ ലഭിക്കുന്ന ഈ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഈ വിചിന്തനം ആരംഭിക്കുമ്പോഴും ദൈവം നൽകിയ, നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം മുതൽ നടത്തിയിട്ടുള്ള എല്ലാ കുമ്പസാരങ്ങളെയും കുറിച്ച് നമുക്ക് ഓർക്കാം. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങളല്ല, മറിച്ച് കുമ്പസാരത്തിലൂടെ സ്വീകരിച്ച അനുഗ്രഹങ്ങളെയും നമുക്കോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നൽകിയ എല്ലാ നന്മകളെയും കൂടുതൽ കൂടുതൽ നമ്മെ വിശുദ്ധീകരിക്കുന്നതിന്, കൂടുതൽ കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിപ്പിൻ്റെ ഒരു ഗാനം ആലപിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് കൈകൾ ഉയർത്തി, ഗായകരില്ല, നമുക്ക് കൈകൾ ഉയർത്തിയും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് അവിടത്തേക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്വീകരിച്ച കുമ്പസാരത്തെയും ഞങ്ങൾ സ്വീകരിച്ച എല്ലാ കൂദാശകളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരും ഇരിക്കുകയും ഞാൻ പറഞ്ഞു, ഈ ചുങ്കക്കാരൻ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മനുഷ്യൻ്റെ പാപം. കാറ്റീസം ക്ലാസ്സിൽ നമ്മൾ പാപത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ
പരിണിത ഫലം ബന്ധങ്ങളുടെ വിള്ളലാണ്. പാപത്തിൻ്റെ അനന്തരഫലം ബന്ധങ്ങളിലുള്ള വിള്ളലാണ്. സാധാരണ ഇത് പറയാറുണ്ട്, 4 തരം ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ 4 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവന് ദൈവവുമായിട്ടുള്ള ബന്ധം, രണ്ടാമതായിട്ട് അവന് തൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം, മൂന്നാമത് ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം, നാലാമതായിട്ട് അവന് തന്നോട് തന്നെയുള്ള ഒരു ബന്ധം. 4 തരത്തിലുള്ള ബന്ധങ്ങൾ. ആദി പാപത്തില്, ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപത്തില് ഈ 4 രീതിയിലുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, ആദി മാതാപിതാക്കൾ ചെയ്ത പാപത്തിന് ശേഷം അവരെന്താണ് ചെയ്തത്? ഒന്നാമത്തെ പാപത്തിൻ്റെ പരിണിത ഫലം ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു. പതിവ് പോലെ വെയിലാറിയപ്പോൾ ദൈവം ഉദ്യാനത്തിൽ നടക്കാനായിട്ട് വന്നു. ആദവും ഹവ്വയും, മനുഷ്യൻ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു. പതിവ് പോലെ ദൈവം തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആദത്തെ കാണാനില്ല. പാപത്തിൻ്റെ ഒന്നാമത്തെ പരിണിത ഫലം മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിച്ചു. പാപം ചെയ്തതിന് ശേഷം പാപത്തിൻ്റെ ഒന്നാമത്തെ പരിണിത ഫലമാണ്. ദൈവം വിളിച്ചു, ആദം നീ എവിടെ? എന്താണ് ആദം പറഞ്ഞത്? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഞാൻ നഗ്നനാണ്. പാപത്തിന് ശേഷം മനുഷ്യന് അവനോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവൻ പാപം ചെയ്തതിന് ശേഷം തന്നിലേക്ക് നോക്കുമ്പോൾ തന്നോട് തന്നെ ഒരു ലജ്ജ അവന് തോന്നുകയാണ്. പാപത്തിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു. സ്വതന്ത്രനായിരുന്നു. ആരുടെ മുമ്പിലും താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ചെന്ന് നിൽക്കാനായിട്ട് അവന് സാധിക്കുമായിരുന്നു. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും അവന് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അവന് തന്നോട് തന്നെ ലജ്ജ തോന്നി എന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ രണ്ടാമത്തെ അനന്തരഫലം. നമ്മളും അങ്ങനെയാണ്. സാധാരണഗതിയിൽ അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ അറിയാം, മക്കളെയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പിള്ളേരൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ മുമ്പിൽ വരത്തില്ല, ഒളിച്ചൊക്കെ നിൽക്കും. അപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാവും എന്തോ സംഭവിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അവനവന് തന്നോട് തന്നെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. പാപത്തിൻ്റെ രണ്ടാമത്തെ അനന്തരഫലം. പാപത്തിൻ്റെ മൂന്നാമത്തെ അനന്തരഫലം എന്ന് പറയുന്നത് അവന് മറ്റുള്ളവരോടുള്ള ബന്ധം നഷ്ടപ്പെടും. മറ്റുള്ളവരോടുള്ള ബന്ധം. ആദത്തോട് ദൈവം ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ഞാൻ വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചോ? ആദം എന്താണ് പറഞ്ഞത്? ഭക്ഷിച്ചെന്ന് പറഞ്ഞില്ല, മറിച്ച് നീ എനിക്കു തന്ന സ്ത്രീ അവൾ എനിക്ക് തന്നു, ഞാൻ ഭക്ഷിച്ചു. എന്താണ് ആദം പറഞ്ഞത്? നീ എനിക്ക് തന്ന സ്ത്രീ. എന്നാൽ പാപം ചെയ്യുന്നതിന് മുമ്പ് അവസ്ഥ എന്താണ്? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എൻ്റേത്. സ്വന്തമെന്ന് അവകാശപ്പെട്ടിരുന്ന വ്യക്തി ഇന്ന് പാപത്തിന് ശേഷം അന്യയായി മാറി. പാപത്തിന് മുമ്പ് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും
നീ എനിക്ക് തന്ന സ്ത്രീ. ബന്ധം പോയി. എവിടെ പാപമുണ്ടോ അവിടെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു. ആഘോഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂത്ത പുത്രൻ ചോദിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഭൃത്യന്മാർ പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ തിരിച്ചു വന്നു. ഈ മൂത്ത സഹോദരൻ പിതാവിൻ്റെ അടുത്ത് കലഹിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ഒന്നും തന്നിട്ടില്ല, എൻ്റെ സഹോദരങ്ങളോടൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടി നീ എനിക്കൊരു കാളക്കുട്ടിയെ പോലും തന്നിട്ടില്ല. പക്ഷേ നിന്റെ ഈ മകൻ, എങ്ങനെയാണ് പറഞ്ഞത്? നിന്റെ മകൻ. വാസ്തവത്തിൽ അവൻ പറയേണ്ടത് എന്താണ്? എൻ്റെ സഹോദരൻ. പിതാവ് തിരുത്തി കൊടുക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ. പാപം എവിടെയുണ്ടോ അവിടെ ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇതാണ് ആദത്തിൽ സംഭവിച്ചത്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം നീ എനിക്ക് തന്ന സ്ത്രീ, എനിക്ക് യാതൊരു പങ്കുമില്ല അവളുമായി. എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം. ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പാപത്തിൻ്റെ മൂന്നാമത്തെ പരിണിത ഫലം. ആദത്തോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ഹവ്വായോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ഹവ്വ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. പാപത്തിൻ്റെ നാലാമത്തെ പരിണിത ഫലം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. പാപത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങള് സർപ്പത്തിൻ്റെ വാതുറന്ന് പല്ലുകൾ എണ്ണിക്കളിക്കും, അവര് സർപ്പത്തിൻ്റെ മാളത്തിൽ കൈയിടും. പ്രകൃതിയും ജീവജാലങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധം പാപത്തിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ടു. പരസ്പരം ജീവജാലങ്ങളും മനുഷ്യനും ശത്രുക്കളായി തീരുകയാണ്. പ്രകൃതി മനുഷ്യന് അന്യനായി തീരുകയാണ്. നീ ഇനി മുതൽ കൃഷി ചെയ്യും, പക്ഷെ നിനക്ക് ഫലസമൃദ്ധി ഉണ്ടാവുകയില്ല. ഭൂമി നിനക്ക് വേണ്ടി മുള്ളുകൾ പുറപ്പെടുവിക്കും. പ്രകൃതി മനുഷ്യന് അന്യനായി തീരുകയാണ്. ഒരൊറ്റ പാപം നിമിത്തം മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ, 4 തരത്തിലുള്ള ദുരിതങ്ങളാണ് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കുക. ഒന്നാമതായിട്ട് അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, അവന് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, അവന് മറ്റുള്ളവനോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, അവന് ഈ പ്രകൃതിയോട് പോലുമുള്ള ബന്ധം, പ്രകൃതി പോലും അവന് അന്യനായിത്തീരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം ശിക്ഷിക്കുമെന്ന്. ദൈവശിക്ഷയുണ്ട് പാപത്തിന്. പക്ഷെ അതിനു മുമ്പായിട്ട് പാപം തന്നെ പാപിയെ ശിക്ഷിക്കും. അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ പറയാറുണ്ട് വിഷം കഴിക്കുന്നവൻ മരിക്കും. കാരണം അത് വിഷത്തിൻ്റെ സ്വഭാവമാണ്, കൊല്ലുക എന്നുള്ളത്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, ഉപ്പിൻ്റെ സ്വഭാവമാണ് ദാഹമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. തീയിൽ തൊട്ടാൽ പൊള്ളും, തീയുടെ സ്വഭാവമാണ് പൊള്ളിക്കുക എന്നുള്ളത്. അതുപോലെയാണ് പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ടാകും, അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. ദൈവമല്ല ഇവിടെ ശിക്ഷിച്ചത്, പാപിയെ പാപം ശിക്ഷിക്കുകയാണ്. അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുകയും ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിക്ഷയും വാഗ്ദാനവും. ആദ്യം ശിക്ഷിച്ചത് ആരെയാണ്? മനുഷ്യനെ അല്ല, സർപ്പത്തെയാണ്. സർപ്പത്തെ പ്രകാരമാണ് ദൈവം ശിക്ഷിച്ചത്. നീ
കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. സർപ്പത്തിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ശാപമാണ്. എന്നാൽ നമുക്കൊക്കെ ആശ്വസിക്കാൻ വകയുണ്ട്. ഈ ശാപം എന്ന വാക്ക് മനുഷ്യൻ്റെ ശിക്ഷയിൽ ദൈവം ഉപയോഗിക്കുന്നില്ല. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നുണ്ട്, പക്ഷേ ശപിക്കുന്നില്ല. ശിക്ഷ എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്. മക്കളായി സ്വീകരിച്ചവരെ പിതാവ് ശിക്ഷിക്കുന്നു, അതവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ശപിക്കാറുണ്ട്. ഒരിക്കലും ആരെയും ശപിക്കരുത്. കാര്യം ദൈവം പോലും ശപിക്കുന്നില്ല. ദൈവം ശപിച്ചത് സർപ്പത്തെ മാത്രമാ, മനുഷ്യനെ ശപിച്ചിട്ടില്ല. പാപിനിയായ സ്ത്രീ കർത്താവ് പറഞ്ഞു, ആരും നിന്നെ വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് വ്യവസ്ഥ? മേലിൽ പാപം ചെയ്യരുത്. അത് പാപിയോട് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. അത്രമാത്രം കരുണയോടാണ് ദൈവം മനുഷ്യനോട് ഇടപഴകുന്നത്. ദൈവം ആരെയും ശപിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കും ആരെയും ശപിക്കാൻ യാതൊരു അവകാശവും ഇല്ല. ദൈവം കാരുണ്യത്തോടെയാണ് നമ്മളോട് ഇടപഴകുന്നത്. പാപം ചെയ്ത മനുഷ്യന് തന്നോട് തന്നെ അവജ്ഞ തോന്നുകയും ലജ്ജ തോന്നുകയും ചെയ്തപ്പോഴും അവൻ എന്താണ് ചെയ്തത്? അവൻ ഇലകൾ പറിച്ച് വസ്ത്രമുണ്ടാക്കി. നമുക്കറിയാം, ഇലകൾ കൊണ്ടുള്ള വസ്ത്രത്തിന് അധികം ആയുസില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അത് മനുഷ്യൻ്റെ ലജ്ജ പൂർണ്ണമായിട്ടും പൊതിഞ്ഞു പിടിക്കുകയില്ല, കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. ഈ മനുഷ്യൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ ദൈവം മനുഷ്യന് ഉത്തമമായൊരു വസ്ത്രം നൽകുകയും അവൻ്റെ ലജ്ജയെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും ലജ്ജിതനായി ജീവിക്കുകയും ചെയ്ത മനുഷ്യനെ ദൈവം തൻ്റെ കാരുണ്യവും സ്നേഹവും കൃപാവരവും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവം ദൈവവര പ്രസാദം നിറച്ച് അവൻ്റെ ലജ്ജയെ പൊതിഞ്ഞു പിടിച്ച് അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു സുവിശേഷം. ഏറ്റവും സന്തോഷകരമായൊരു സുവിശേഷം. ദൈവം മനുഷ്യൻ്റെ ലജ്ജയെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ്. അതെപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ, കൃപാവരത്തിൻ്റെ ഒരു ആവരണം മനുഷ്യനെ പൊതിയുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സംരക്ഷിക്കുന്നത്. അത് സാധ്യമാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരം എന്ന കൂദാശയിലാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, പാപത്തിൻ്റെ അനന്തരഫലത്തെ നമ്മൾ കണ്ടു. പാപിയായ മനുഷ്യനോട് ദൈവം എപ്രകാരമാണ് ഇടപഴകുന്നത് എന്നും നമ്മൾ കണ്ടു. പാപിയോടുള്ള കർത്താവിൻ്റെ കരുണയെയും സ്നേഹത്തെയും കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമ ഒരു പാപിയുടെ ഉപമ എന്നതിലുപരിയായിട്ട് ഒരു മനുഷ്യൻ എപ്രകാരമാണ് ദൈവത്തിങ്കലേക്ക് അനുതാപത്തോടെ തിരിച്ചു വരേണ്ടതെന്നും എപ്രകാരമാണ് ഒരു മനുഷ്യൻ കുമ്പസാരിക്കേണ്ടതെന്നും നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ കാണുന്നത്. അവിടെ 3 ഉപമകളാണ് കാണുന്നത്. ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് കാണാതായ ആടിൻ്റെ ഉപമ.
രണ്ടാമതായിട്ട് കാണാതായ നാണയത്തിൻ്റെ ഉപമ. മൂന്നാമതായിട്ട് കാണാതായ പുത്രൻ്റെ മകൻ്റെ ഉപമ. ഈ മൂന്ന് ഉപമകളിലും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ആട്ടിടയന് ആടിനെ നഷ്ടപ്പെട്ടു, അവനത് കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിയുമ്പോൾ അയൽക്കാരെ എല്ലാം വിളിച്ച് വലിയ ഒരു വിരുന്ന് കൊടുക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ വിധവയ്ക്ക് തൻ്റെ നാണയം നഷ്ടപ്പെട്ടു, നാണയം കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിയുമ്പോഴെല്ലാവരെയും വിളിച്ച് വിരുന്ന് കൊടുത്ത് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു പിതാവിന് പുത്രനെ നഷ്ടപ്പെട്ടു, കണ്ടെത്തി ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു, വിരുന്നൊരുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഈ മൂന്ന് ഉപമകളിലും നമ്മൾ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം ഈ ആദ്യത്തെ രണ്ട് ഉപമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം ധൂർത്തപുത്രന്റെ ഉപമയിൽ കാണുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ആടിനെ നഷ്ടപ്പെട്ട ഇടയൻ ആടിനെ അന്വേഷിച്ചു പോകുന്നു. നാണയം നഷ്ടപ്പെട്ട സ്ത്രീ നാണയം അന്വേഷിച്ചു പോകുന്നു. പക്ഷേ പുത്രനെ നഷ്ടപ്പെട്ട പിതാവ് അവനെ അന്വേഷിച്ചു പോകുന്നില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത്? അവനെ കാത്തിരിക്കുകയാണ്. ഇപ്രകാരമാണ് ദൈവം മനുഷ്യനോട് പെരുമാറുന്നത്. എന്താണ് പാപം? വാസ്തവത്തിൽ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് പാപം. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ, ബുദ്ധി, ആലോചന, ദൈവഭയം, സ്വാതന്ത്ര്യം. ആടിന് ബുദ്ധിയില്ല, ദൈവഭയമില്ല, ആലോചനയില്ല, സ്വാതന്ത്ര്യമില്ല. നാണയത്തിന് ജീവൻ പോലുമില്ല. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട വസ്തുക്കളെ അന്വേഷിച്ചിറങ്ങണം. പക്ഷെ മനുഷ്യനെ ഈ ആടിൽ നിന്നും നാണയത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന് ദൈവം നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. ബുദ്ധി, ആലോചന, സ്വാതന്ത്ര്യം. ഈ ദാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവന് തിരിച്ചു വരണം. വാസ്തവത്തിൽ ഇവന്റെ പാപം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിരിച്ചു വരണം. അതിനൊരു തിരിച്ചറിവുണ്ടാകണം. ഈ ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയി കഴിഞ്ഞപ്പോഴും അവൻ്റെ ജീവിതത്തിൽ വലിയ കെടുതികളും ദുരിതങ്ങളുമാണ് ഉണ്ടായത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദാനങ്ങളും നഷ്ടപ്പെട്ടു. പിതാവിൻ്റെ ഭവനവും അവന് നഷ്ടപ്പെട്ടു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. നമ്മൾ കാറ്റഗീസം ക്ലാസ്സിൽ പഠിക്കാറുള്ള 7 മൂലപാപങ്ങളുണ്ട്. 7 മൂലപാപങ്ങളും അവയ്ക്ക് എതിരായിട്ടുള്ള പുണ്യങ്ങളും. ഇവയെ എന്തുകൊണ്ടാണ് മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നത്? അഹങ്കാരം, ദ്രവ്യാഗ്രഹം, അങ്ങനെയുള്ള കുറേ മൂലപാപങ്ങളുണ്ട്. ഇവയെ മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നതിന് കാരണം ഇവ മാരകപാപങ്ങളായതുകൊണ്ടല്ല, മറിച്ച് ഇവ മറ്റു പാപങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു പാപങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ മൂലപാപം എന്ന് പറയുന്നത് അഹങ്കാരം. അഹങ്കാരം. അതിന് വിപരീതമായിട്ടുള്ള പുണ്യമെന്ന് പറയുന്നത് എളിമയാണ്. ഈ ഉപമയിൽ ഈ 7 മൂലപാപങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ. അവൻ്റെ അഹങ്കാരം, ഞാൻ വളർന്നു, എൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കൊള്ളാം, അങ്ങനെ ഒരു ചിന്ത അഹങ്കാരമാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തിന്മയാണ് അഹങ്കാരം. അതിനെതിരായിട്ടുള്ള തിന്മയാണ്, പുണ്യമാണ് എളിമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിന്മയെന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹം, വസ്തുക്കളോടുള്ള ആഗ്രഹം. എനിക്ക് തരാനുള്ളതൊക്കെ ഇഞ്ഞ് തന്നേക്കുക, എനിക്ക് തരാനുള്ളതൊക്കെ തന്നേക്കുക. അതിന് വിപരീതമായിട്ടുള്ള പുണ്യമാണ് ഔദാര്യം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ ദ്രവ്യാഗ്രഹമാണ്. സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഇങ്ങനെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള വിള്ളലിന് കാരണം നമ്മുടെ തന്നെ കുടുംബങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ ഉപമ, ദ്രവ്യാഗ്രഹം. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് തന്നെ തരിക. മൂന്നാമത്തെ തിന്മയെന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിനെതിരായിട്ടുള്ള തിന്മ, വികാരത്തിന് അടിമപ്പെട്ട ഒരു ജീവിതം. അവൻ സുവിശേഷം പറയുന്നുണ്ട്, അവൻ തനിക്ക് കിട്ടിയതെല്ലാം വേശ്യകളുമായിട്ട് ചിലവഴിച്ചു, വേശ്യകളുമായിട്ട് ചിലവഴിച്ചു. മൂന്നാമത്തെ തിന്മ. നാലാമത്തെ തിന്മയെന്ന് പറയുന്നത് അലസതയാണ്. അവൻ നല്ല തൻ്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള യുവാവായ ഒരു മനുഷ്യനാണ്. അവന് തൻ്റെ ആരോഗ്യവും യൗവനവുമൊക്കെയും ക്രിയാത്മകമായ രീതിയിൽ ചെലവഴിക്കാമായിരുന്നു. പക്ഷെ അവൻ എന്താണ് ചെയ്തത്? അവൻ പന്നികളെ നോക്കാനായിട്ട് പോയി നിന്നു. നമുക്കറിയാം, പന്നികളെ നോക്കേണ്ട ആവശ്യമില്ല, പന്നികൾ വളർന്നോളും. ഇപ്പം പശുവിനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അധ്വാനം ആവശ്യമാണ്. പശുവിനെ കറക്കണം, പശുവിനെ കുളിപ്പിക്കണം, പശുവിനെ തൊഴുത്തി കെട്ടണം, അങ്ങനെയുള്ള ഒത്തിരി ജോലികളുണ്ട്. ഈ ജോലികളൊന്നും ആവശ്യമില്ല പന്നിയെ നോക്കുന്നവന്. പന്നി സ്വയം നോക്കിക്കോളും, വേസ്റ്റൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നാലാമത്തെ തിന്മയെന്ന് പറയുന്നത് അലസതയാണ്. അതിന് വിപരീതമായിട്ടുള്ള പുണ്യമെന്ന് പറയുന്നത് ഉത്സാഹമാണ്. നാലാമത്തെ മൂലപാപം. അഞ്ചാമത്തെ മൂലപാപം എന്ന് പറയുന്നത് കൊതി. അതിന് വിപരീതമായിട്ടുള്ള പുണ്യമെന്ന് പറയുന്നത് മിതത്വം. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നത് നിഷിദ്ധമായിട്ടുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഇവൻ എന്താണ് ചെയ്തത്? പന്നികൾക്കൊപ്പം പോയിരുന്ന് പന്നി ഭക്ഷിക്കുന്നത് പോയിരുന്ന് ഭക്ഷിച്ച് എന്ത് കിട്ടിയാലും കഴിക്കും, ഒരു കുഴപ്പമില്ല. ചിലവരുണ്ടല്ലോ, ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മധുരം കഴിക്കാൻ പാടില്ല, അങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ മധുരമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പാപമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിശ്ചിതമായിട്ട് ഭക്ഷിക്കുന്നത് പാപമാണ്, അത് കൊതിയാണ്, ഒരു മൂലപാപമാണ്. യഹൂദനായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിശ്ചിതമായത് അവൻ ഭക്ഷിച്ചു എന്നത് ഒരു തിന്മയാണ്. അഞ്ചാമത്തെ മൂലപാപം. ഈ 5 മൂലപാപങ്ങളും നമ്മൾ കാണുന്നത് ഈ ഇളയ മകനിലാണ്.
ആറാമത്തെയും ഏഴാമത്തെയും മൂലപാപങ്ങൾ കാണുന്നത് മൂത്ത മകനിലാണ്. മൂത്തവനും അത്ര നല്ലവനൊന്നുമല്ല. ആറാമത്തെ മൂലപാപം കോപം. അവൻ കോപിച്ച് അകത്ത് കയറിയില്ല എന്നാണ് പറയുന്നത്. വിസമ്മതിച്ചു, അവൻ കോപിച്ചു. ആറാമത്തെ മൂലപാപം. അതിന് വിപരീതമായിട്ടുള്ള പുണ്യം മറ്റുള്ളവരോടുള്ള സൗമ്യമായിട്ടുള്ള ഇടപെടൽ. ഏഴാമത്തെ പുണ്യമെന്ന് പറയുന്നത്, ഏഴാമത്തെ തിന്മയെന്ന് പറയുന്നത് അസൂയ. ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, പക്ഷെ നീ എനിക്ക് ഒരു കാളക്കുട്ടിയെ പോലും തന്നില്ല. മറ്റവനാകട്ടെ ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. അസൂയ. വിപരീതമായിട്ടുള്ള പുണ്യം സാഹോദര്യ സ്നേഹം. അപ്പൊ ഒന്നാമതായിട്ട് ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് യേശുനാഥൻ പാപങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. 7 മൂലപാപങ്ങളും ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ, ഒരു മനുഷ്യൻ പാപം ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ആടിനെയും നാണയത്തെയും ഒക്കെ അന്വേഷിച്ചു പോയി. ഈ മകനെ പിതാവ് അന്വേഷിച്ചു പോകുന്നില്ല. അവൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയി എങ്കിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ തിരിച്ചു വരണം. ചില സമയങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടുത്ത ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട്. നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന എല്ലാം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പാപം ചെയ്ത് അകന്നുപോയ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ തനിക്ക് സുരക്ഷിതത്വം നൽകിയ എല്ലാം അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൻ്റെ സുരക്ഷിതത്വം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുടുംബം നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്, അത് നഷ്ടപ്പെട്ടു. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ? ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇവ നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ബന്ധുക്കൾ നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ദൈവപിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയ ഈ മനുഷ്യന് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടല് അവന് തിരിച്ചറിവിന് കാരണമായി. സുവിശേഷം പറയുന്നു, അവൻ പന്നികളോടൊപ്പം ആ വിജന സ്ഥലത്ത് കഴിയുമ്പോഴും അവന് സുബോധമുണ്ടായി. ഒരുവൻ ദൈവത്തിങ്കലേക്ക് തിരികെ വരുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് സുബോധമുണ്ടാവുക എന്നുള്ളതാണ്. അവൻ സുബോധമുണ്ടായപ്പോഴും അവൻ എന്താണ് പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം. അപ്പോഴവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെയും വിശന്നു മരിക്കുന്നു. ഒരുവന് സുബോധമുണ്ടാകുന്നതിൻ്റെ 2 കാരണങ്ങൾ. ഒരുവന് സുബോധമുണ്ടാകുന്നതിൻ്റെ 2 കാരണങ്ങൾ ദൈവത്തിൻ്റെ നന്മയും എൻ്റെ ഇപ്പോഴത്തെ നാശകരമായിട്ടുള്ള അവസ്ഥയും. ഇത് രണ്ടും അവന് മനസ്സിലാവുകയാണ്. ദൈവത്തിൻ്റെ നന്മ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഭൃത്യന്മാർ എത്രയോ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സുഭിക്ഷമായി ജീവിക്കാനുള്ള അവസരം. രണ്ടാമതായിട്ട്,
എൻ്റെ ഇപ്പോഴത്തെ പാപാവസ്ഥ. ഈ തിരിച്ചറിവ് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. നമ്മൾ കാറ്റഗീസമൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. നിങ്ങളെ കാറ്റഗീസം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ കുർബാന സമയത്ത് കുമ്പസാരത്തിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അനുതാപം, കൺട്രീഷൻ എന്ന് പറയും, അനുതാപം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുമ്പസാരം. മൂന്നാമത്തത് പ്രായശ്ചിത്തം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അനുതാപം. അനുതാപത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിന് തന്നെ വീണ്ടും കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് അനുതാപം? പാപങ്ങളെക്കുറിച്ച് ക്രമമായിട്ട് ഓർക്കുക, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, ഓർത്ത പാപങ്ങൾ വൈദികനെ അറിയിക്കുമെന്ന് ഉറപ്പുവരുത്തുക, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഉറപ്പ് നൽകുക. ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ ഘട്ടത്തിനുള്ളത് അനുതാപത്തിന്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്നുള്ളത്. ഇവന് ആ മരുഭൂമിയിൽ വെച്ച്, വിജന സ്ഥലത്ത് വെച്ച് പന്നികളോടൊപ്പം കഴിയുമ്പോൾ അവന് തിരിച്ചറിവുണ്ടാവുകയും അനുതാപമുണ്ടാവുകയും ചെയ്തു. എന്താണ് അനുതാപം? അവൻ പാപങ്ങളെക്കുറിച്ച് ക്രമമായിട്ട് ഓർക്കാനായിട്ട് ആരംഭിച്ചു. പാപങ്ങളെക്കുറിച്ച് അവൻ ക്രമമായിട്ട് ഓർത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴെഴുന്നേറ്റ് കുമ്പസാരക്കൂട്ടിലേക്ക് പോകും. എന്നിട്ട് കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് ഞാൻ എന്താ പറയേണ്ടത്? അവൻ ആ വിജന സ്ഥലത്തിരുന്ന് അവൻ ഓർക്കുകയാണ്, പിതാവേ, നിന്റെ മുമ്പിലും സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അത് നമ്മൾ കാണുന്നത് 18-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് ഞാൻ പിതാവിനോട് പറയും, സ്വർഗത്തിനെതിരായും നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ഇത് വാക്യം 18 പാപങ്ങളെക്കുറിച്ച് ക്രമമായിട്ട് ഓർക്കുകയും എന്താണ് അവിടെ പറയേണ്ടതെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. അനുതാപം. കുമ്പസാരത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുമ്പസാരം തന്നെയാണ്. കുമ്പസാര കൂട്ടിൽ നമ്മൾ പോയി എന്തു പറയുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു 18-ാമത്തെ വാക്യം അവൻ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ എഴുന്നേറ്റെൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. അവനോട് ഞാൻ പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. ഈ 18-ാമത്തെ വാക്യത്തിൽ കാണുന്ന അതേ വാചകമാണ് അവൻ 21-ാമത്തെ വാക്യത്തിലും പറയുന്നത്. അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് പിതാവ് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴും മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴ് മരുഭൂമിയിൽ വിജന സ്ഥലത്ത് അവൻ ഒരുങ്ങിയ അതേ വാക്യം തന്നെയാണ് പറയുന്നത് 21-ല്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്താണോ ആ വചനസ്ഥലത്തിരുന്ന് ഒരുങ്ങിയത് അത് തന്നെ അവൻ കുമ്പസാരിക്കുകയാണ് അനുതാപത്തോടു കൂടി. കുമ്പസാരത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് കുമ്പസാരം എന്നത്. കുമ്പസാരത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രായശ്ചിത്തമാണ്. അച്ഛൻ നമുക്ക് പ്രായശ്ചിത്തം തരാറുണ്ട്. ഒരു കുമ്പസാരത്തെ പൂർണ്ണമാക്കുന്നത് പ്രായശ്ചിത്തമാണ്. ഇവിടെ ധൂർത്തപുത്രൻ എന്താണ് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്? ഇനി ഒരിക്കലും ഞാൻ അങ്ങയുടെ മകനല്ല, ഭൃത്യനായി
എന്നെ സ്വീകരിക്കണമേ. ഭൃത്യനാവുന്നതിൻ്റെ പ്രശ്നം എന്താണ്? ഭൃത്യൻ അധ്വാനിക്കണം. പിതാവേ, ഞാൻ അധ്വാനിച്ച് ഒരു ഭൃത്യനെ പോലെ പണിയെടുത്ത് നിനക്ക് വരുത്തി വെച്ച നഷ്ടം ഞാൻ നികത്തും. അതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. സക്കയൂസിൻ്റെ സുവിശേഷം നമുക്കൊക്കെ അറിയാം. സക്കയൂസ് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അനുതപിച്ച് പുതിയ തീരുമാനമെടുക്കുകയും അവിടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രായശ്ചിത്തത്തിനായിട്ട് അവൻ തയ്യാറാകുന്നു. എന്താണ് പ്രായശ്ചിത്തം? ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് തിരികെ കൊടുക്കലാണ്. പിതാവേ, നിന്റെ വസ്തുവിനും നിന്റെ സൽപ്പേരിനെ ഞാൻ കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഭൃത്യനായി ഞാൻ അധ്വാനിച്ച് അതിനെല്ലാം പകരം വീട്ടിക്കൊള്ളാം. അതാണ് പ്രായശ്ചിത്തം. ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരികെ കൊടുക്കുന്നു. നമ്മൾ വന്ന് കുമ്പസാരത്തിൽ ഒത്തിരി പാപങ്ങളൊക്കെ പറയാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അധിക്ഷേപിച്ചു, അവരുടെ വസ്തുക്കളും മോഷ്ടിച്ചും അവരുടെ അതിര് തോണ്ടി, അല്ലേ? അങ്ങനെ എല്ലാം പറയും. അപ്പോൾ അച്ഛൻ പറയും, കുഴപ്പമില്ല, 3 സ്വർഗസ്വനായ പിതാവേ ചെല്ലാം. നമ്മുടെ പ്രായശ്ചിത്തം ഈ 3 സ്വർഗസ്വനായ പിതാവിലും ഒരു വിശ്വാസ പ്രമാണത്തിലും ഒതുക്കരുത്. നമ്മൾ ഇന്ന് വരെ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ അധിക്ഷേപിച്ച് സംസാരിച്ചത് അവരെക്കുറിച്ച് ഇന്നു മുതൽ ഞാൻ നല്ലത് പറഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ട സൽപ്പേര് ഞാൻ വീണ്ടെടുത്തു കൊടുക്കണം. അതാണ് എൻ്റെ പ്രായശ്ചിത്തം. ഞാൻ ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി തിരികെ കൊടുക്കണം, എങ്കിലേ കുമ്പസാരം പൂർണ്ണമാവൂ. അതാണ് പ്രായശ്ചിത്തം. ഞാൻ ഗർഭചിത്രത്തിന് വിധേയായിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനും സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രമല്ല മറ്റുള്ള കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുവാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മിഷൻ ഞാൻ ഏറ്റെടുക്കണം. അതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ മനുഷ്യൻ, ഈ മകന് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട് ഈ മകൻ പറയുകയാണ്, ഇനി ഞാൻ മകനല്ല, ഞാൻ ഭൃത്യനാണ്. പ്രായശ്ചിത്തം ചെയ്ത് നിനക്ക് നഷ്ടപ്പെടുത്തിയ വസ്തുവകകളെല്ലാം അധ്വാനിച്ച് ഞാൻ വീണ്ടെടുത്ത് നിനക്ക് തരും. അപ്പോഴേ കുമ്പസാരം പൂർണ്ണമാവുന്നുള്ളൂ. അപ്പൊ കുമ്പസാരത്തിൻ്റെ 3 ഘട്ടങ്ങൾ. ഒന്നാമതായിട്ട് അനുതാപം ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ അനുതാപവും ഒരുക്കവും പാപങ്ങളെക്കുറിച്ചുള്ള ക്രമമായിട്ടുള്ള ഓർക്കലും ഏറ്റുപറയുമെന്നുള്ള ദൃഢപ്രതിജ്ഞയൊക്കെ നടക്കുന്നത് കുമ്പസാരക്കൂട്ടിലല്ല, മറിച്ച് കുമ്പസാരക്കൂട്ടിന് പുറത്താണ്, ആ വിജന സ്ഥലത്താണ്. അവൻ ഏകനായിരിക്കുമ്പോഴാണ്. രണ്ടാമതായിട്ട് കുമ്പസാരക്കൂട്ടിൽ വന്ന് പിതാവിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് താൻ ഒരുങ്ങി വന്ന ആ പറയാനൊരുങ്ങി വന്നവയൊക്കെ അവൻ ഏറ്റുപറയുകയാണ്. മൂന്നാമതായിട്ട് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള അവൻ്റെ മനസ്സ്. അവൻ പ്രതീക്ഷിച്ചത് ഇനി മുതൽ ഭൃത്യനായി കഴിഞ്ഞുകൊള്ളാം എന്നാണ്. പക്ഷെ പിതാവ് എന്താണ് ചെയ്തത്? പിതാവ് അവനെ ഭൃത്യനായിട്ടാണോ സ്വീകരിച്ചത്, അതോ മകനായിട്ടാണോ? മകനായിട്ട്. ഇവന്റെ കുമ്പസാരം എല്ലാം കഴിഞ്ഞപ്പോഴും ഇവന്റെ പ്രായശ്ചിത്തത്തിനുള്ള താല്പര്യമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവിന് സ്നേഹം കൂടിയിട്ട് ഇവനെ ഭൃത്യനായിട്ടല്ല മകനായിട്ട് സ്വീകരിച്ചു. എപ്രകാരമുള്ള മകൻ? രാജകീയമായിട്ട്, രാജകുമാരനായിട്ടാണ് അവനെ സ്വീകരിച്ചത്. അതിന് പിതാവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അവന് മേലങ്കി അണിയിച്ചു. എന്തുകൊണ്ടാണ് ഈ പുത്രനെ മേലങ്കി അണിയിച്ചത്?
ഒരിക്കലും ഒരു ഭൃത്യൻ മേലങ്കി അണിയുകയില്ല. ഭൃത്യൻ നീണ്ട ഒരു വസ്ത്രം ഇങ്ങനെ ധരിച്ച് അതിൻ്റെ മുകളിൽ ഒരു കച്ച മുറുക്കി ജോലി ചെയ്യാനായിട്ട് തയ്യാറായി ഇങ്ങനെ നിൽക്കും. ഒരിക്കലും പുറംകുപ്പായം ധരിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, പെസഹ വ്യാഴാഴ്ച വികാരിയച്ചൻ കാല് കഴുകാൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? പൂജയുടെ പൂരി മാറ്റും, മേലങ്കി ഊരി മാറ്റും. കാര്യം എന്താണ്? ദാസ്യവേലയാ ചെയ്യാൻ പോകുന്നത്. ഒരു ദാസൻ അല്ലെങ്കിൽ ദാസ്യവേല ചെയ്യുന്നവൻ ഒരിക്കലും പുറംകുപ്പായം ധരിക്കുകയില്ല. പുറംകുപ്പായം നൽകുക വഴിയും ഈ പിതാവ് പുത്രനോട് പറയുന്ന ഒരു കാര്യം, നീ എൻ്റെ മകനാണ്. നീ അകന്നുപോയി എന്ന് പറഞ്ഞാലും മകൻ മകനാകാതിരിക്കുന്നില്ല. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്, അല്ലേ? ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയാലും ആ മാമോദീസായുടെ മുദ്ര ജീവിതകാലം മുഴുവനും മക്കളെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കുമ്പസാരത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. കുമ്പസാരത്തിലൂടെ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം നമ്മൾ നേടിയെടുക്കുകയാണ്. ഒന്നാമതാ പിതാവ് ചെയ്തത് അവന് പുറംകുപ്പായം നൽകി എന്നുള്ളതാണ്. രണ്ടാമതാ പിതാവ് ചെയ്തത് അവന് മോതിരമണിയിച്ചു. എന്താണ് ഈ മോതിരം? രാജാവിനെ വാഴിക്കുന്നത് മോതിരം കൊടുത്താണ്. ഞങ്ങൾ സാധാരണ അച്ഛന്മാർക്ക് മോതിരമൊന്നുമില്ല, ആകെയുള്ളത് റോസറിയുടെ ഒരു മോതിരം മാത്രമാണ്. പക്ഷെ മെത്രാനച്ഛന് വലിയൊരു മോതിരം ഉണ്ടല്ലേ, രാജാവും പുരോഹിതനുമാണ്. മോതിരം നൽകിയാണ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നത്. നീ ഒരു സാധാരണ പുത്രനല്ല, നീ എൻ്റെ രാജകുമാരനാണ്. ഈ പിതാവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അർത്ഥവത്താണ്. മൂന്നാമതെന്താണ് ചെയ്യുന്നത്? ചെരുപ്പ് കൊടുക്കുന്നു. നമ്മൾ സാധാരണ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ, സ്വന്തം വീടല്ല ഒരു അന്യൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ചെരുപ്പ് വിട്ട് വീട്ടിൽ കയറത്തില്ല, നമ്മൾ ചെരുപ്പൂരി പുറത്തിടും. അപ്പൊ നമ്മളോട് കൂടുതൽ സ്നേഹമുള്ള വീട്ടുകാർ പറയും, അയ്യോ അച്ഛാ ചെരുപ്പൂരണ്ട, ചെരുപ്പിട്ടും കൊണ്ട് വാ, അച്ഛന് സ്വാതന്ത്ര്യമുള്ള വീടാണ്. നമ്മെ കൂടുതൽ സ്നേഹിക്കുന്ന വീട്ടുകാർ നമ്മളോട് പറയും ചെരുപ്പൂരണ്ട, ചെരുപ്പ് ഇട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രയും സ്വാതന്ത്ര്യം ഈ വീട്ടില് നമുക്കുണ്ട് എന്നുള്ളതാണ്. അന്യൻ്റെ വീട്ടിൽ നമ്മൾ ചെരുപ്പ് പുറത്തിടും, സ്വന്തം വീട്ടിൽ ചെരുപ്പ് ഇട്ട് കയറാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. ആരും നമ്മുടെയൊക്കെ ചോദിക്കത്തില്ല. ചെരുപ്പ് നൽകുക വഴിയും ഈ പിതാവ് ചെയ്തത് ആ പുത്രൻ്റെ ആ ഭവനത്തിലുള്ള അവകാശം ഊട്ടിയുറപ്പിക്കുകയാണ്. അവസാനമായിട്ട് ആടിനെ നഷ്ടപ്പെട്ടപ്പോഴും നാണയം നഷ്ടപ്പെട്ടപ്പോഴും അവരുടെ ഉടമസ്ഥർ ചെയ്ത ആഹ്ലാദവും സന്തോഷവും വലിയൊരു സദ്യ ഒരുക്കി ആഘോഷിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ അതുപോലെ തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ കുമ്പസാരത്തിലും പാപമോചനം സ്വീകരിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. പലരും വന്ന് പറയാറുണ്ട്, ഞാൻ കുമ്പസാരിച്ചിട്ട് 6 മാസമായി, ഞാൻ കുമ്പസാരിച്ചിട്ട് 3 മാസമായി, ഞാൻ കുമ്പസാരിച്ചിട്ട് 1 വർഷമായി, 2 വർഷമായി. എന്തു വലിയ നഷ്ടമാണ് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഞങ്ങളുടെ വൈദികരുടെയും സന്യസ്തർക്കും ഉള്ള നിയമം എന്ന് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കണം എന്നുള്ളതാണ്. കുമ്പസാരിക്കത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ പാപമോചനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്.
എല്ലാ കൂദാശകൾക്കും അതുദ്ദേശിക്കുന്ന ദൗത്യത്തോടൊപ്പം മറ്റൊരു ദൗത്യവും കൂടെ ഉണ്ട്. എന്താണ്? എല്ലാ കൂദാശകളും ദൈവവരപ്രസാദം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. കുർബാന എന്ന കൂദാശ നമുക്ക് കർത്താവിനെ നൽകുകയും കുർബാനയിലൂടെ നൽകുകയും ദൈവവരപ്രസാദം നൽകുകയും ചെയ്യുന്നു. മാമോദീസ നമ്മളെ ദൈവമക്കളാക്കുകയും അതോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ദൈവവരപ്രസാദം നൽകുന്നു. കുമ്പസാരം പാപമോചനം നൽകുകയും നമുക്ക് വിശുദ്ധമായി ജീവിക്കുവാനുള്ള ദൈവവരപ്രസാദം നൽകുകയും ചെയ്യും. അപ്പം നമ്മൾ കുമ്പസാരിക്കാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്ന സൗഭാഗ്യങ്ങൾ, നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മൾ നഷ്ടപ്പെടുത്തിയതെല്ലാം നമുക്ക് തിരികെ തരികയും ചെയ്യുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം. അതാണ് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ വായിച്ച് കേൾക്കുക. നമ്മൾ ആദ്യമേ വായിച്ച് കേട്ടു ഒരു പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. അവിടെയും നമ്മൾ വായിച്ച് കേട്ടതിൽ പ്രകാരമാണ് അവൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി തിരികെ പോയി. നമ്മൾ ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്നും ഇറങ്ങുന്നത് വന്നതുപോലെയല്ല, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട്, കൂടുതൽ സ്വീകരിക്കപ്പെട്ട്, കൂടുതൽ നീതീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ സ്വീകരിച്ച എല്ലാ കുമ്പസാരങ്ങളെയും പ്രതി, സ്വീകരിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.